വിശദമായ വാർത്തകളിലേക്ക്. ഭക്തലക്ഷങ്ങൾ കാത്തിരുന്ന മകരവിളക്ക് ഇന്ന്. മകരജ്യോതി ദർശനത്തിനും തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ ദർശിക്കാനുമായി ഇനി മണിക്കൂറുകൾ മാത്രം. വൈകിട്ട് 6:30-ക്കാണ് മകരവിളക്ക്. കനത്ത സുരക്ഷയിലാണ് സന്നിധാനവും പരിസരവും. അയ്യപ്പ ഭക്തർ ദർശന പുണ്യം കൊതിക്കുന്ന മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രമുള്ളപ്പോൾ സന്നിധാനം ഭക്തലഹരിയിലാണ്. പന്തളം കൊട്ടാരത്തിൽ നിന്ന് പുറപ്പെട്ട തിരുവാഭരണ ഘോഷയാത്ര 6 മണിക്ക് സന്നിധാനത്തെത്തും. ഘോഷയാത്രയെ ദേവസ്വം മന്ത്രിയും ബോർഡ് ഭാരവാഹികളും ചേർന്ന് സ്വീകരിക്കും. 18ാം പടി കയറ്റി കൊടിമര ചുവട്ടിലെത്തിക്കുന്ന പേടകങ്ങൾ സോപാനത്ത് തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് ഏറ്റുവാങ്ങി തിരുവാഭരണങ്ങൾ അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തി ദീപാരാധന നടത്തും. ഈ സമയം മകരനക്ഷത്രം ദൃശ്യമാകും. പൊന്നമ്പലമേട്ടിൽ മകരവിളക്കും നടക്കും. പതിവിൽ നിന്ന് വ്യത്യസ്തമായി ദീപാരാധന കഴിഞ്ഞാണ് ഇത്തവണ സംക്രമ പൂജ. സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് മാറുന്ന സംക്രമ മുഹൂർത്തമായ 7:52-ന് സംക്രമാഭിഷേകം നടക്കും. തിരുവാഭരണം ആ സമയത്തേക്ക് ഘോഷയാത്രയായിട്ട് വരും. അത് ഏറ്റുവാങ്ങിയിട്ട് അത് ചാർത്തിയതിനു ശേഷം 7:51-ന് സംക്രമണ സമയത്ത് പ്രത്യേകമായിട്ടുള്ള നെയ്യഭിഷേകം നടക്കും. തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്ത്തേങ്ങ ഉടച്ചാണ് അഭിഷേകം. പിന്നാലെ മാളികപ്പുറത്തുനിന്ന് 18ാം പടിയിലേക്ക് എഴുന്നള്ളത്തുമുണ്ടാകും. മകരജ്യോതി ദർശനത്തിനായി സന്നിധാനത്തും പരിസരത്തും 10,000-കണക്കിന് തീർത്ഥാടകരാണ് തമ്പടിച്ചിരിക്കുന്നത്. പമ്പ ഹിൽ ടോപ്പിൽ മകരജ്യോതി ദർശനത്തിന് അനുമതിയില്ല. സന്നിധാനത്തും പരിസരത്തുമായി 8ഓളം വ്യൂ പോയിന്റുകളുണ്ട്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ IG ബൽറാം കുമാർ ഉപാധ്യായയുടെ നേതൃത്വത്തിൽ പഴുതടച്ച സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് 18 സന്നിധാനം. കൂടുതൽ വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്നും ജോയ് നായർ, പമ്പയിൽ നിന്നും MS അനീഷ് കുമാർ എന്നിവർ ചേരുന്നു. ആദ്യം ജോയ് നായറിലേക്ക്. ജോയ്, സന്നിധാനത്ത് എന്തൊക്കെ ഒരുക്കങ്ങളാണ് നടത്തിയിട്ടുള്ളത്? ഒപ്പം തന്നെ എന്തൊക്കെ ചടങ്ങുകളാണ് മകരവിളക്കോടനുബന്ധിച്ച് ഇന്ന് സന്നിധാനത്ത് നടക്കുക? ആര്യ, സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 1000 മീറ്റർ ഉയരത്തിലുള്ള ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ മകരവിളക്ക് ഉത്സവമാണ് ഇന്ന്. പ്രസിദ്ധമായ മകരവിളക്ക് ഉത്സവത്തിന് വേണ്ടി സന്നിധാനം തയ്യാറായി കഴിഞ്ഞു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ പൂക്കൾ കൊണ്ടും അതുപോലെ മറ്റ് അലങ്കാര വസ്തുക്കൾ കൊണ്ടെല്ലാം അലങ്കരിച്ച് നിൽക്കുകയാണിപ്പോൾ ഈ സമയം. സോപാനവും പരിസരവുമെല്ലാം ഭക്തലക്ഷങ്ങൾ ഈ മകരവിളക്ക് ദർശിക്കാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. കഴിഞ്ഞ സീസണിലേതുപോലെ വലിയൊരു തിരക്ക് അനുഭവപ്പെടുന്നില്ല. പക്ഷേ ഏകദേശം 2.5 ലക്ഷത്തോളം പേർ ഇന്ന് മകരവിളക്കും മകരജ്യോതിയും ദർശിക്കുമെന്ന് തന്നെയാണ് കണക്ക്. ഇന്ന് പുലർച്ചെ 12 മണിവരെയുള്ള കണക്കുകൾ അനുസരിച്ച് 1,300,000 പേരാണ് സന്നിധാനത്തേക്ക് എത്തിയത്. ഇനി ഉച്ചവരെ ഏകദേശം 50,000-ഓളം പേർ ഈ സന്നിധാനത്തേക്ക് എത്തും എന്ന പ്രതീക്ഷയാണ് ഉള്ളത്. അങ്ങനെ കണക്കൂട്ടുമ്പോൾ 1,50,000-ഓളം പേർ ഇന്ന് സന്നിധാനത്തേക്ക് എത്തും. കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയ തീർത്ഥാടകർ ഇവിടെ സന്നിധാനത്തും അതുപോലെ തന്നെ പാണ്ടിത്താവളം അടക്കമുള്ള പ്രദേശങ്ങളിൽ തമ്പടിച്ചിരിക്കുകയാണ്. പർണശാലകൾ കെട്ടിയും മറ്റും. അങ്ങനെ മൊത്തത്തിൽ ഒരു കണക്ക് വരുമ്പോൾ ഏകദേശം 2 ലക്ഷത്തോളം തീർത്ഥാടകർ ഈ സന്നിധാനത്തും പരിസരത്തുമായി ഇന്നുണ്ടാകും. അവരെല്ലാം ഈ മകരജ്യോതി ദർശനത്തിനും മകരവിളക്കിനും സാക്ഷ്യം വഹിക്കും. എന്തായാലും ഇവർക്ക് മകരജ്യോതിയും മകരവിളക്കും കാണുന്നതിനായിട്ടുള്ള എല്ലാവിധ ഒരുക്കങ്ങളും ദേവസ്വം ബോർഡും അതുപോലെ തന്നെ വനം വകുപ്പ്, പോലീസ് അടക്കമുള്ള വകുപ്പുകൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ അത്തരം ക്രിയകളെല്ലാം കഴിഞ്ഞു. ശുദ്ധിക്രിയകൾ ഇന്നലെ ഉച്ചയോടുകൂടി പൂർത്തിയായി. അങ്ങനെ മൊത്തത്തിൽ മകരജ്യോതിയും മകരവിളക്കും ഇതിനുമുള്ള എല്ലാ ഒരുക്കങ്ങളും സന്നിധാനത്തും പരിസരത്തും പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ കനത്ത സുരക്ഷയാണ് ഈ ഭാഗങ്ങളിലെല്ലാം ഏർപ്പെടുത്തിയിരിക്കുന്നത്. പ്രത്യേകിച്ചും നിലയ്ക്കൽ മുതൽ സന്നിധാനം അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റുകളിലെല്ലാം പോലീസിന്റെ കനത്ത സുരക്ഷാ വലയമുണ്ട്. 8 വ്യൂ പോയിന്റുകളാണ് ഇത്തവണ മകരജ്യോതി ദർശനത്തിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്നത്. ഇത്തവണ പതിവ് പോലെ കഴിഞ്ഞ വർഷങ്ങളിൽ പമ്പയിൽ ഹിൽ ടോപ്പിൽ മകരജ്യോതി ദർശനം അനുവദിച്ചിരുന്നു. ഇത്തവണ അത്തരമൊരു ദർശനം അനുവദിക്കുന്നില്ല. സുരക്ഷാ പ്രശ്നങ്ങൾ തന്നെയാണ് കാരണം. പ്രളയത്തിന്റെ പശ്ചാത്തലത്തിൽ പമ്പയും പരിസരവും അത്ര സുരക്ഷിതമല്ല എന്ന വിലയിരുത്തൽ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ നടത്തിയിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ സന്നിധാനത്തോട് ചേർന്നിട്ടുള്ള 8 വ്യൂ പോയിന്റുകളിൽ മകരജ്യോതി ദർശിക്കാം. അവിടങ്ങളിലെല്ലാം പാണ്ടിത്താവളം അടക്കമുള്ള ഇത്തരം മകരജ്യോതി ദർശിക്കുന്ന ഇടങ്ങളിലെല്ലാം ഒരുക്കങ്ങൾ പൂർത്തിയായി. അവിടങ്ങളിലെല്ലാം ആൾക്കാർ തമ്പടിച്ചിരിക്കുകയാണ്, തീർത്ഥാടകർ തമ്പടിച്ചിരിക്കുകയാണ്. എടുത്തു പറയേണ്ട സവിശേഷത, ഇവിടെ എത്തിയിരിക്കുന്ന തീർത്ഥാടകരിൽ 90% പേരും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ്. അതായത് ആന്ധ്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയിട്ടുള്ള തീർത്ഥാടകരാണ് ഇവിടെ ഉള്ളതെല്ലാം. എന്തായാലും
ഇന്ന് ദേവസ്വം മന്ത്രി അത് തന്നെ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ എല്ലാം തന്നെ ഇന്നലെ തന്നെ ഇവിടെ ഉണ്ട്. ദേവസ്വം മന്ത്രിയും അടക്കമുള്ള മന്ത്രി അടക്കമുള്ള ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇന്ന് രാവിലെ മുതൽ തന്നെ ഇവിടെ ദേവസ്വം സന്നിധാനത്തും പരിസരത്തും സജീവമാണ്. അവർ ഈ ഒരുക്കങ്ങളും ഇവിടെ എത്തുന്ന തീർത്ഥാടകരുമായിട്ടുള്ള എല്ലാം സംസാരിക്കുന്നുണ്ട്. എന്തായാലും ഇവിടെ എത്തുന്ന തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത തരത്തിൽ തന്നെയാണ് കാര്യങ്ങളെല്ലാം പോലീസ് നിയന്ത്രിക്കുന്നത്. സുരക്ഷ അടക്കമുള്ള വലിയ പ്രത്യേകിച്ചും പമ്പ മുതൽ സന്നിധാനം വരെയുള്ള പ്രദേശങ്ങളിൽ വിവിധ തരത്തിലുള്ള പരിശോധനകൾ പോലീസ് നടത്തുന്നുണ്ട്. ആ പരിശോധന എല്ലാം കടന്നാണ് തീർത്ഥാടകർ എത്തുന്നത്. പക്ഷേ അത്തരം പരാതികളൊന്നും ഇല്ല. പ്രത്യേകിച്ചും തിരക്ക് കുറഞ്ഞതിന്റെ അടിസ്ഥാനമാകാം വലിയൊരു പരാതിയിലേക്ക് പോകാത്തത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വലിയ ഒരു ഭക്ത ലഹരിയിൽ തന്നെയാണ് സന്നിധാനവും പരിസരവുമെല്ലാം. എന്തായാലും എടുത്തു പറയേണ്ട സവിശേഷതകൾ ഇത്തവണത്തെ ചടങ്ങുകൾ തന്നെയാണ്. വൈകിട്ട് 6:30 ദീപാരാധന. ആ സമയത്താണ് മകരജ്യോതിയും മകരനക്ഷത്രവുമെല്ലാം മകരജ്യോതിയും അതുപോലെ തന്നെ മകരവിളക്കുമെല്ലാം നടക്കുക. പക്ഷേ ഇത്തവണ സംക്രമ പൂജ നടക്കുന്നത് 7:52 സാധാരണ ഇതിൽ നിന്നും വ്യത്യസ്തമാണ് ഇത്തവണ സമയത്തിന്റെ ആ മാറ്റം. അത് മുൻകാലങ്ങളിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് അത്തരമൊരു മകര സംക്രമ പൂജ നടക്കുന്ന സമയത്തിൽ വ്യത്യാസം വരുന്നത്. എന്തായാലും തിരുവാഭരണ വിഭൂഷിതനായുള്ള അയ്യപ്പനെ കാണാനുള്ള ഒരുക്കത്തിൽ തന്നെയാണ് ഇവിടെ എത്തിയിരിക്കുന്ന അയ്യപ്പ ഭക്തരെല്ലാം. വലിയ ആവേശത്തോടുകൂടി തന്നെയാണ് അവരെല്ലാം ഇവിടെ സന്നിധാനത്ത് എത്തിയിരിക്കുന്നത്. നമുക്ക് എവിടെ നിന്ന് വരുന്നു സ്വാമി? ദർശനം കൊച്ചോ എങ്കേന്ന് വരുന്നു? We know Telugu only. We don't know Tamil. Tamil? Yeah, we don't know Tamil. We know English. Yeah. We came from Hyderabad. We are here to visit Sabrimala Lord Ayyappa temple. Its crowd is huge here. It's good to visit. നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള കർണാടകത്തിൽ നിന്നും ആന്ധ്രയിൽ നിന്നുമുള്ള തീർത്ഥാടകരുടെ ഒരു തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എന്തായാലും സന്നിധാനം ഭക്ത ലഹരിയിൽ തന്നെയാണ്. ഇനിയുള്ള ഉച്ചവരെയുള്ള സാധാരണ തരത്തിലുള്ള പൂജാക്രമങ്ങൾ തന്നെയാണ് തുടരുന്നത്. അത്തരം കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ സന്നിധാനത്ത് ഈ സോപാനത്തിന്റെ പരിസരത്ത് നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്നത്. ശരി ജോയ്. ഇനി പമ്പയിൽ നിന്നും അനീഷ് കുമാർ ചേരുന്നുണ്ട്. സന്നിധാനം ഭക്തി ലഹരിയിലാണ്. മകരവിളക്ക് ദർശനത്തിനായി എത്രത്തോളം ഭക്തജനങ്ങളാണ് പമ്പയിൽ എത്തിയിട്ടുള്ളത്? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പമ്പയിൽ ഒരുക്കിയിട്ടുള്ളത്? അനീഷ്. അനീഷ് കുമാറുമായുള്ള ടെലിഫോൺ ബന്ധത്തിൽ ചെറിയ തകരാറുണ്ട്. വീണ്ടും സന്നിധാനത്ത് നിന്ന് ജോയ് നായർ ചേരുന്നു. ജോയ്, ഇത്തവണ ഒരുപാട് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അത്തരമൊരു സാഹചര്യത്തിൽ മകരജ്യോതി ദർശനത്തിനായി ഏതൊക്കെ ഇടങ്ങളിലാണ് സൗകര്യം ഒരുക്കിയിട്ടുള്ളത്? ഒപ്പം തന്നെ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഇത്തരത്തിലാണ്? ആര്യ, 8 വ്യൂ പോയിന്റുകളാണ് ഇത്തവണ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമായും പാണ്ഡ്യത്താവളം, മാളികപ്പുറത്തിന് സമീപം, തിരുമുറ്റം തുടങ്ങി അങ്ങനെ 8ഓളം വ്യൂ പോയിന്റുകളാണ് ഇത്തവണ ഈ മകരജ്യോതി ദർശനത്തിന് വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. 6:30 മണിക്കാണ് മകരജ്യോതി ദർശനം നടക്കുന്നത്. പ്രത്യേകിച്ചും മകരജ്യോതി ദർശനത്തിന് വേണ്ടി അല്ലെങ്കിൽ അത്തരം മകരവിളക്ക് കാണുന്നതിന് വേണ്ടി സാധാരണ പോലുള്ള ക്രമീകരണങ്ങൾ തന്നെയാണുള്ളത്. തിരക്ക് കുറഞ്ഞത് ഒരുപക്ഷെ പോലീസിന് കുറേയൊക്കെ കാര്യങ്ങൾ എളുപ്പമാക്കിയിട്ടുണ്ട്. കാരണം കഴിഞ്ഞ വർഷം ഈ സമയത്ത് 4.5 ലക്ഷത്തോളം പേരായിരുന്നു. ജോയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ പമ്പയിൽ നിന്നും MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, പമ്പയിലെ ഒരുക്കങ്ങൾ എത്തരത്തിലാണ്? പമ്പയിൽ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങിയോ? അവിടെയും തിരക്ക് സജീവമായി നമുക്ക് കാണാൻ കഴിയുമോ? എന്തൊക്കെ സുരക്ഷാ ക്രമീകരണങ്ങളാണ് പമ്പയിൽ ഉള്ളത്?
ആര്യ, സാധാരണഗതിയിൽ വലിയ തിരക്ക് ഈ മകരവിളക്ക് ദിനത്തിൽ അനുഭവപ്പെടുന്ന സ്ഥലമാണ് പമ്പ. എന്നാൽ ഇത്തവണ ഏറ്റവും അധികം ആളുകൾക്ക് മകരജ്യോതി ദർശിക്കുന്നതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി വന്നിരുന്ന ഹിൽ ടോപ്പിൽ ഇത്തവണ മകരജ്യോതി ദർശിക്കുന്നതിനുള്ള അവസരമില്ല. പ്രളയത്തെ തുടർന്ന് പമ്പ പൂർണ്ണമായി തകർന്ന സാഹചര്യത്തിലാണ് ഹിൽ ടോപ്പിലും സമീപം തന്നെയുള്ള പെട്രോൾ പമ്പിന് സമീപവും മകരജ്യോതി ദർശിക്കുന്നതിനുള്ള അവസരം ഭക്തർക്കില്ലാത്തത്. അതുകൊണ്ട് തന്നെ പമ്പയിൽ ദേവസ്വം ഡോർമെറ്ററിയോട്, ദേവസ്വം ഗസ്റ്റ് ഹൗസിനോട് ചേർന്ന ഒരു ഭാഗവും നീലിമല വാട്ടർ ടാങ്കിനോട് ചേർന്ന ഒരു ഭാഗവുമാണ് ഇത്തവണ അയ്യപ്പന്മാർക്ക് മകരജ്യോതി ദർശിക്കുന്നതിനായി അനുവദിച്ചിട്ടുള്ള സ്ഥലം. അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ, ഭക്തർ, തീർത്ഥാടകർ പമ്പയിൽ തമ്പടിക്കാതെ അവർ ജ്യോതി ദർശനം സാധ്യമായ ശബരിമലയിലെ പമ്പയിലും സന്നിധാനത്തും കനത്ത സുരക്ഷയാണ് ഒരുക്കിയിട്ടുള്ളത്. 8 വ്യൂ പോയിന്റുകളാണ് മകരജ്യോതി ദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത്. വിശദാംശങ്ങളാണ് സന്നിധാനത്ത് നിന്നും ജോയ് നായരും പമ്പയിൽ നിന്നും MS അനീഷ് കുമാറും നൽകിയത്. ശരണ വഴി. മകരവിളക്കിനായി ദേവസ്വം ബോർഡ് എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയാക്കിയെന്ന് പ്രസിഡന്റ് A. പത്മകുമാർ. തീർത്ഥാടകരുടെ എണ്ണം കുറഞ്ഞതിനാൽ ഉണ്ടാകുന്ന വരുമാനക്കുറവിൽ ദേവസ്വം ബോർഡിന് ആശങ്കയില്ലെന്നും അദ്ദേഹം ന്യൂസ് 18നോട് പറഞ്ഞു. ജനുവരി 22-നെ വലിയ പ്രതീക്ഷയോടെയാണ് കാണുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം സന്നിധാനത്ത് പൂർത്തിയായി വരുന്നു. ഇനി മണിക്കൂറുകൾ മാത്രമാണ് മകരവിളക്കിനും മകരജ്യോതി ദർശനത്തിനുമുള്ളത്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ശ്രീ പത്മകുമാർ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ പത്മകുമാർ, എന്തായാലും മണിക്കൂറുകൾ മാത്രമാണ് ഇനി പ്രധാനപ്പെട്ട ഒരു ചടങ്ങിന് അവശേഷിക്കുന്നത്. എല്ലാ ഒരുക്കങ്ങളും അവസാന ഘട്ടത്തിലുമാണ്. ഈ ഒരു ഘട്ടത്തിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന നിലയിൽ ഭക്തജനങ്ങളോടും അതുപോലെ തന്നെ പൊതുസമൂഹത്തോടും പറയാനുള്ള കാര്യങ്ങൾ. ഭക്തജനങ്ങളോടുള്ള ഒരു അഭ്യർത്ഥന, ഈ വിളക്ക് കാണാൻ വേണ്ടി കെട്ടിടങ്ങളുടെ മേലെ കയറാതിരിക്കുക. പോലീസ് പറഞ്ഞിട്ടുള്ള കേന്ദ്രങ്ങളിൽ മാത്രം നിന്ന് വിളക്ക് ദർശിക്കാൻ ആവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തണം എന്നുള്ളതാണ്. ഇപ്പൊ പമ്പയിലെ ഹിൽ ടോപ്പ് തന്നെ വെള്ളപ്പൊക്കത്തില് മണ്ണിടിഞ്ഞ് അപകടകരമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ജോയിന്റ് വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. ദേവസ്വം ബോർഡ്, പോലീസ് എല്ലാം കൂടെ ചേർന്നിട്ട്, ഇവിടുത്തെ ഡിസാസ്റ്റർ മാനേജ്മെന്റ്, ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ട്. ആ പറയുന്ന സ്ഥലം അത് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നാണ് അഭ്യർത്ഥന. മറ്റൊരു കാര്യം കൂടി, ഈ പമ്പയിലെ ഈ സൗകര്യം കുറയുന്നതനുസരിച്ച് ഭക്തർ കൂടുതൽ സന്നിധാനത്തെ വ്യൂ പോയിന്റുകളിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ അവിടുത്തെ ക്രമീകരണങ്ങളൊക്കെ എത്രത്തോളമായി പൂർണ്ണസജ്ജമാണോ? നമ്മളിപ്പോ നമുക്കുള്ള സൗകര്യങ്ങൾ, അതായത് ശബരിമലയെ സംബന്ധിച്ചുള്ള എന്തൊക്കെ പറഞ്ഞാലും 59 ഏക്കർ സ്ഥലമാണല്ലോ. ആ കെട്ടിടങ്ങൾ കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സ്ഥലം, ഈ സ്ഥലത്ത് മാക്സിമം എന്തുമാത്രം ഉപയോഗിക്കാൻ കഴിയുമോ അത് ആ നിലയ്ക്ക് എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കാൻ പോലീസും ദേവസ്വം ബോർഡും ചേർന്ന് പരിശ്രമിച്ചിട്ടുണ്ട്. അത് സഹായകരമാകുമെന്നാണ് ഞങ്ങളുടെ ധാരണ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ സീസൺ പോലെയല്ല, അതൊരു വസ്തുതയുമാണ്. തീർത്ഥാടകരുടെ എണ്ണം കുറവാണ്. മറ്റു നടവരവടക്കം കുറഞ്ഞും വരുന്നുണ്ട്. ഭാവിയിൽ അത് വരുന്ന ദിവസങ്ങളിൽ അതിൽ മൊത്തത്തിൽ ദേവസ്വം ബോർഡിനെ ബാധിക്കാനൊരു സാധ്യതയുണ്ടോ? അങ്ങനെ ഒരു ആകാംക്ഷയും മനസ്സിലുണ്ടോ? കേരളത്തിലൊരു ഗവൺമെന്റ് ഉണ്ട്. ഇവിടെ ദേവസ്വം ബോർഡിന്റെ ക്ഷേത്രങ്ങളിൽ പണമിടാൻ പാടില്ലെന്നുള്ളൊരു ക്യാമ്പയിൻ ഉണ്ടായിരുന്നു, നമുക്കറിയാം. ആ ക്യാമ്പയിന്റെ ഭാഗമായിട്ട് കുറെ കുറവുണ്ടായിട്ടുണ്ട്. ആ കുറവ് നികത്താനോ അതല്ലെങ്കിൽ അതിനെ മറ്റ് ബാധിക്കാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് വിശ്വാസം. മറ്റു കാര്യം കൂടി, 22-ാം തീയതി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. ആ ദിവസത്തെക്കുറിച്ച് ചോദിക്കുമ്പോൾ 22-ാം തീയതി വിധി പറയട്ടെ, അല്ലെങ്കിൽ വിധി എന്താണെന്നുള്ളത് പറയട്ടെ. എന്ത് വിധി വന്നാലും അത് നമ്മുടെ ഭക്തജനങ്ങളും ഗവൺമെന്റും ദേവസ്വം ബോർഡും എല്ലാം കൂടെ ചേർന്ന് ഒരു പ്രശ്നം പരിഹരിച്ച് തന്നെ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായാലും വളരെ ഭംഗിയായി മകര വിളക്കും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എല്ലാം പൂർത്തിയാകുമെന്ന് വിശ്വസിക്കുന്നു. വളരെ നന്ദി. വളരെ പ്രതീക്ഷയോടെ തന്നെയാണ് ദേവസ്വം ബോർഡ് മുന്നോട്ട് പോകുന്നത്. ഇനി മണിക്കൂറുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. വളരെ മനോഹരമായി ഭക്തർക്ക് ദർശന പുണ്യം നൽകുന്നത് തന്നെയാകും മകരവിളക്ക് മകരജ്യോതി ദർശനമെന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. സന്നിധാനത്തും പരിസരത്തും പഴുതടച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നതെന്ന് സുരക്ഷാ ചുമതലയുള്ള IG ബൽറാം കുമാർ ഉപാധ്യായ് ന്യൂസ് 18നോട് പറഞ്ഞു. സന്നിധാനത്തും വ്യൂ പോയിന്റുകളിലും തീർത്ഥാടകർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത തരത്തിലാണ് സുരക്ഷാ സംവിധാനം ഒരുക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. മകരവിളക്ക് ദിവസം യുവതികൾ പ്രവേശിക്കുന്ന സാഹചര്യമുണ്ടായാൽ പോലീസ് സുരക്ഷ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. മകരവിളക്കിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർണ്ണ സജ്ജമാണ്. സുരക്ഷയടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ പോലീസ് ശക്തമാക്കി കഴിഞ്ഞു. നമ്മോടൊപ്പം ശ്രീ ബൽറാം കുമാർ ഉപാധ്യായ ചേരുന്നു. സർ, സ്വാഗതം. നാളെ ഈ മകരവിളക്ക് നടക്കുന്ന ഒരു സമയത്ത് എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഈ സന്നിധാനത്തും പരിസരത്തും എല്ലാം ഒരുക്കിയിരിക്കുന്നത്? നമ്മുടെ ഈ മകരവിളക്ക് വേണ്ടി തിരക്ക് കൂടുതൽ ഉണ്ടാവാറുണ്ട് എല്ലാ വർഷം. അതേപോലെ ഈ തവണ നമ്മുടെ എല്ലാ പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മുടെ KCB മുതൽ വണ്ടിത്തവണം വരെ അതിലെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ഥലങ്ങളും എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്.
ബാരിക്കേഡിംഗിലെ സംവിധാനം ചെയ്തിട്ടുണ്ട്. ബ്ലോക്കിംഗ് ക്രൗഡിൽ ഒരു സെക്ടറായിട്ട് വിടാൻ വേണ്ടി അതിൽ വേണ്ടി ശരി നമ്മുടെ ഒരു കട്ട് ഓഫ് ബാരിയർ പോലും അത് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ ദാറ്റ് ദേ ഗോ ഇൻ ദ സെഗ്മെന്റ്സ്. ഈ ഇത്തവണയുള്ളൊരു സവിശേഷത പമ്പയിൽ ഈ വ്യൂ പോയിന്റ് ഇല്ല, അത് ഒഴിവാക്കിയിട്ടുണ്ട് സുരക്ഷാ സംബന്ധം. അപ്പോൾ കുറച്ച് കൂടുതൽ ആൾക്കാർ സന്നിധാനത്തും പരിസരത്തേക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അതനുസരിച്ചിട്ടുള്ള മുൻകരുതൽ കൂടുതലായിട്ടുണ്ടോ? നമ്മുടെ എല്ലാ വർഷവും ഏകദേശം എത്ര ആൾക്കാരുണ്ട്, അതേപോലെ ആൾക്കാരും ഇവിടെ ഈ വർഷം വന്നാലും നമുക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ സ്ത്രീകൾ വരാനുണ്ടായ ഒരു സാഹചര്യം ഉണ്ടായാൽ അതിനുവേണ്ടി എന്തെങ്കിലും പ്രത്യേക തയ്യാറെടുപ്പോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഞാൻ വീണ്ടും പറയാറുണ്ട്, നമുക്ക് വേണ്ടി എല്ലാം ഭക്തന്മാരാണ്. നമ്മുടെ നിലക്കൽ മുതൽ പമ്പ മുതൽ സന്നിധാനം വരെ എല്ലാ സ്ഥലങ്ങളിലും സുരക്ഷാ ക്രമീകരണം എല്ലാ ഭക്തർക്ക് ദർശനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. അതുവേണ്ടി നമുക്ക് ഒന്നും ഇല്ല. പ്രോപ്പർ അറേഞ്ച്മെന്റ്സ് ആർ ദെയർ ഫ്രോം നിലക്കൽ ടിൽ പമ്പ ടിൽ സന്നിധാനം ഫോർ എനി ഡിവോട്ടി ടു കം ആൻഡ് ഹാവ് ദർശനം. ഓക്കെ, അതായത് കഴിഞ്ഞ വർഷങ്ങളിലേക്കുള്ള അതേപോലെയുള്ള സുരക്ഷ തന്നെയാണ്. അതേപോലെ തന്നെ സുരക്ഷാ ക്രമീകരണമാണ്. അതിൽ നമുക്ക് ചില പുതിയ പോയിന്റ്സ് വരാറുണ്ട്. അതിൽ വേണ്ടി അതും നമുക്ക് ഇത്തവണ കവർ ചെയ്തിട്ടുണ്ട്. മകരജ്യോതി കണ്ട് മടങ്ങുന്ന തീർത്ഥാടകർക്ക് കൃത്യമായി സുരക്ഷ ഒരുക്കുന്ന കാര്യത്തിൽ പോലീസ് എന്ത് നടപടിയാണ്? അതാണ് ഞാൻ പറയുന്നത്. നമ്മുടെ 3 എക്സിറ്റ് പോയിന്റ് ഉണ്ട്. നമ്മുടെ വണ്ടിത്തവണം എന്ന് പറയുന്ന ആൾക്കാർ നമ്മുടെ ഈ വേലി ബ്രിഡ്ജ് വഴി പുറത്തിലേക്ക് പോകും. ഇവിടുത്തെ ആൾക്കാർക്ക് നടപ്പന്തലം വഴി പോയിട്ട് KCB പാലമിലെ താഴെ വന്നിട്ട് പുറത്തിലേക്ക് VIP റോഡിലേക്ക് അത് പോകാൻ പറ്റും. മൂന്നാമത്തെ ഈ ലെഫ്റ്റ് സൈഡിൽ ഈ സ്റ്റെപ്സിലെ ലെഫ്റ്റ് സൈഡിലേക്ക് നമ്മുടെ കോപ്ര പാലം വഴി അവർക്ക് KCB ചെയ്യാൻ പറ്റും. 3 സ്ഥലങ്ങളിലെ ഉണ്ട്. പിന്നെ അതിൽ ഒരു മാക്സിമം നമ്മുടെ ഇനീഷ്യൽ 2-3 മണിക്കൂറാണ് അതിൽ ആ പ്രഷർ പോയിന്റ്. ആ ഒരു 2-3 മണിക്കൂർ നമ്മുടെ പ്രഷർ പോയിന്റ് ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു സ്മൂത്ത് ആയി പോകും. ഘോഷയാത്രയുടെ ഒരു സുരക്ഷ ആ കാര്യങ്ങൾ എത്രത്തോളം ഈ പ്രത്യേകിച്ചും ഇങ്ങോട്ട് സന്നിധാനത്തേക്ക് അടുക്കുമ്പോൾ അത് ഏത് തരത്തിൽ അത് നമ്മുടെ സ്ഥിരമായി എന്ത് സുരക്ഷാ ക്രമീകരണം ഈ ആഭരണം വരുമ്പോൾ സ്ഥിരമായി നമുക്ക് എന്ത് കൊടുക്കാറുണ്ട് അതുപോലെ തന്നെ ഇത്തവണ ഉണ്ടാവും. എന്തായാലും കനത്ത സുരക്ഷാ വലയത്തിൽ തന്നെയാണ് പമ്പ മുതൽ സന്നിധാനം, അതുപോലെ തന്നെ ഈ വ്യൂ പോയിന്റുകളിലെല്ലാം പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. എല്ലാ പഴുതുകളും അടച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനം തന്നെയാണ് ഇവിടെ പോലീസ് ഒരുക്കിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. എന്തായാലും മകരവിളക്ക് നടക്കുന്ന സമയവും മകരജ്യോതി ദർശിക്കുന്ന സമയവും അതിന് തൊട്ട് പിന്നാലെ ഭക്തർ തിരികെ പോകുന്ന സമയവുമെല്ലാം ശക്തമായ സുരക്ഷ ഈ ഭാഗങ്ങളിലെല്ലാം കഴിഞ്ഞ വർഷങ്ങൾ പോലെ ഉണ്ടാകും. യാതൊരുവിധ വ്യത്യാസവും വരുത്തിയിട്ടില്ല. എന്നാലും കൃത്യമായ നിരീക്ഷണങ്ങൾ ഈ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അഗസ്ത്യാർകൂട യാത്രയ്ക്ക് ആദ്യ സംഘം ഇന്ന് പുറപ്പെടും. സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന കാണി വിഭാഗം ബോണക്കാട് ഫോറസ്റ്റ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധിക്കും. എന്നാൽ ട്രക്കിങ്ങിനെത്തുന്ന സ്ത്രീകളെ തടയില്ല. അഗസ്ത്യാർകൂടത്തെ സ്ത്രീ പ്രവേശനം നിഷേധിച്ച വൈൽഡ് ലൈഫ് വാർഡിന്റെ സർക്കുലർ ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇന്ന് പുറപ്പെടുന്ന ആദ്യ സംഘത്തിൽ ഒരു വനിതയുമുണ്ട്. അഗസ്ത്യാർകൂടത്ത് സ്ത്രീകൾ പ്രവേശിക്കുന്നതിനെതിരെ കാണി വിഭാഗം പ്രതിഷേധിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്നാൽ കോടതി വിധിയായതിനാൽ ട്രക്കിങ്ങിനെത്തുന്ന സ്ത്രീകളെ തടയില്ല. സ്ത്രീകളെയൊന്നും നമ്മൾ തടയുന്നില്ല. കാരണം കോടതി ഉത്തരവൊന്നും ലംഘിക്കുകയാണെന്ന് ഞങ്ങൾ താല്പര്യപ്പെടുന്നില്ല. പക്ഷെ ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളൊരു ഒരു യജ്ഞം സംഘടിപ്പിച്ചത്. 4700 പേരാണ് ഇതുവരെ ട്രക്കിങ്ങിനായി രജിസ്റ്റർ ചെയ്തത്. തിരുവനന്തപുരത്തെ പ്രതിരോധ വക്താവായ ധന്യാസനിലാണ് സംഘത്തിലെ വനിത. ഒരു ദിവസം 100 പേർക്കാണ് പ്രവേശനം. ബോണക്കാട് പിക്കറ്റ് പോയിന്റിൽ നിന്ന് 13.5 കിലോമീറ്റർ അകലെയുള്ള അതിരുമലയിലാണ് ബേസ് ക്യാമ്പ്. അവിടെ തങ്ങിയ ശേഷം പാറക്കെട്ടും മലനിരകളും നിറഞ്ഞ കഠിനമായ പാതകളിലൂടെ 6.5 കിലോമീറ്റർ താണ്ടി വേണം അഗസ്ത്യാർകൂടത്തെത്താൻ. 7ഇടങ്ങളിൽ ഗൈഡ് ക്യാമ്പും വൈദ്യസഹായത്തിനുമുള്ള ക്രമീകരണങ്ങളും തയ്യാറായി. ന്യൂസ് 18 തിരുവനന്തപുരം. ഇടവേള. മനുഷ്യക്കടത്ത് താവളമായി കൊച്ചിയും. കൊച്ചി മുനമ്പം ഹാർബറിൽ നിന്ന് മത്സ്യബന്ധന ബോട്ട് വഴി സ്ത്രീകളും കുട്ടികളുമടക്കം 40 പേർ ഓസ്ട്രേലിയയിലേക്ക് കടന്നതായി പോലീസ് കണ്ടെത്തൽ. അധികഭാരം ഒഴിവാക്കാൻ സംഘം ഉപേക്ഷിച്ച 19 ബാഗുകൾ പോലീസ് കണ്ടെത്തി. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് വിമാനത്തിൽ കൊച്ചിയിലെത്തി റിസോർട്ടുകളിൽ തങ്ങിയ ശേഷമാണ് 40 പേർ ഓസ്ട്രേലിയയ്ക്ക് കടന്നത്. അന്താരാഷ്ട്ര മനുഷ്യക്കടത്ത് സംഘമാണ് പിന്നിലെന്നാണ് സൂചന. ഇവർ കടന്ന ബോട്ട് കണ്ടെത്താൻ കോസ്റ്റ് ഗാർഡ് തെരച്ചിൽ തുടങ്ങി. തമിഴ്നാട് സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള ബോട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. IBയും രഹസ്യാന്വേഷണ വിഭാഗവും കൊച്ചിയിലെത്തി അന്വേഷണം തുടങ്ങി. കടന്ന 40 പേരും ശ്രീലങ്കൻ വംശജരോ തമിഴ്നാട് സ്വദേശികളോ ആണെന്ന് സംശയിക്കുന്നു. 27 ദിവസമെടുത്ത് ബോട്ടിൽ ഇവരെ ഓസ്ട്രേലിയയിൽ എത്തിക്കാനാണ് പദ്ധതിയെന്നും കരുതുന്നു. മുനമ്പം ഹാർബറിന് സമീപം ബോട്ട് ജെട്ടിയോട് ചേർന്നുള്ള പറമ്പിൽ ബാഗുകൾ കിടക്കുന്നതായി നാട്ടുകാരാണ് കണ്ടത്. പോലീസ് പരിശോധിച്ചപ്പോൾ ഉണക്കിയ പഴങ്ങൾ, വസ്ത്രങ്ങൾ, കുടിവെള്ളം, വിമാന ടിക്കറ്റുകൾ തുടങ്ങിയവ കണ്ടെത്തി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മനുഷ്യക്കടത്ത് സ്ഥിരീകരിച്ചത്. 10 പേരടങ്ങുന്ന സംഘമായി 4 റിസോർട്ടുകളിൽ സംഘം താമസിച്ചതായി കണ്ടെത്തി.
വടക്കേക്കര SIയുടെ നേതൃത്വത്തിൽ ബാഗുകൾ സ്റ്റേഷനിലേക്ക് മാറ്റി വിശദ പരിശോധന നടത്തി. ആലുവ റൂറൽ SP രാഹുൽ R. നായരുടെ മേൽനോട്ടത്തിൽ അഡീഷണൽ SP സോജൻ അന്വേഷണം ആരംഭിച്ചു. ന്യൂസ് 18 കൊച്ചി. ഖനന വിരുദ്ധ സമരഭൂമിയായ ആലപ്പാട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സന്ദർശിക്കും. രാവിലെ 8 മണിക്കാണ് സന്ദർശനം. IREL നടത്തുന്ന ഖനനവും പ്രതിപക്ഷ നേതാവ് വിലയിരുത്തും. തുടർന്ന് സേവ് ആലപ്പാട് സമരപന്തലിൽ എത്തും. നിരാഹാര സത്യാഗ്രഹം നടത്തുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് CR മഹേഷ് രാവിലെ നിരാഹാരം അവസാനിപ്പിക്കും. IREML നടത്തുന്ന സീ വാഷിംഗ് ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ നിർത്തിവെക്കണമെന്നാണ് കോൺഗ്രസിന്റെ നിലപാട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ കേരളത്തിലെത്തും. കൊല്ലം ബൈപ്പാസ് BJP റാലി എന്നിവയുടെ ഉദ്ഘാടനമാണ് പ്രധാന പരിപാടികൾ. പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള അവസാനഘട്ട ഒരുക്കത്തിലാണ് കൊല്ലം നഗരം. കൊല്ലത്തെ 2 പരിപാടികളാണ് പ്രധാനമന്ത്രിയുടെ വരവിന്റെ പ്രധാന ലക്ഷ്യം. പണി പൂർത്തിയായ കൊല്ലം ബൈപ്പാസ് പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും. 13.5 കിലോമീറ്റർ നീളമുള്ള ബൈപ്പാസ് 4 പതിറ്റാണ്ടിലേറെ സമയമെടുത്താണ് പൂർത്തീകരിച്ചത്. ആശ്രാമ മൈതാനത്ത് വൈകിട്ട് 5-നാണ് ഉദ്ഘാടന ചടങ്ങ്. 3 പാർലമെന്റ് മണ്ഡലങ്ങളിലെ BJP പ്രവർത്തകരുടെ റാലിയാണ് നരേന്ദ്രമോദി പങ്കെടുക്കുന്ന രാഷ്ട്രീയ വേദി. കന്റോൺമെന്റ് മൈതാനത്തിലാണ് BJP പൊതുയോഗം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് BJP മോഡിയെ പങ്കെടുപ്പിച്ച് പൊതുപ്രകടനം നടത്തുന്നത്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ആശ്രാമം മൈതാനത്ത് പ്രത്യേക ഹെലിപാഡ് സജ്ജീകരിച്ചിട്ടുണ്ട്. പരിപാടികൾക്ക് ശേഷം പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ മാർഗം തിരുവനന്തപുരത്തേക്ക് തിരിക്കും. പത്മനാഭസ്വാമി ക്ഷേത്ര ദർശനവും ടൂറിസം സർക്യൂട്ട് ഉദ്ഘാടനവുമാണ് മറ്റു പരിപാടികൾ. ഇതിനുശേഷമാകും നരേന്ദ്രമോദിയുടെ മടക്കം. ന്യൂസ് 18 കൊല്ലം. രാജ്യത്തെ കമ്പ്യൂട്ടറുകളും മൊബൈൽ ഫോണുകളും നിരീക്ഷിക്കാൻ 10 അന്വേഷണ ഏജൻസികൾക്ക് അനുമതി നൽകിയ ഉത്തരവിനെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിക്കും. ഉത്തരവ് വ്യക്തികളുടെ സ്വകാര്യ വിവരങ്ങളടക്കം നിരീക്ഷിക്കാൻ വഴിയൊരുക്കുമെന്ന് കാട്ടി അഭിഭാഷകരായ മനോഹർ ലാൽ ശർമ്മ, അമിത് സാനി എന്നിവരാണ് ഹർജി നൽകിയത്. ജനാധിപത്യ വിരുദ്ധമായ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് അമിത് സാനിയുടെ ആവശ്യം. UPA സർക്കാർ കാലത്ത് കൊണ്ടുവന്ന ചട്ടങ്ങൾ പ്രകാരം അന്വേഷണ ഏജൻസികളെ വ്യക്തമാക്കുക മാത്രമേ ചെയ്തുള്ളൂ എന്നാണ് കേന്ദ്ര സർക്കാർ വിശദീകരണം. കോടനാട് എസ്റ്റേറ്റിലെ സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തി രേഖകൾ കവർന്നത് തമിഴ്നാട് മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയെന്ന് ആരോപണമുന്നയിച്ച 2 പേർ അറസ്റ്റിൽ. രേഖകൾ മോഷ്ടിച്ച കേസിലെ 2ാം പ്രതിയും മലയാളിയുമായ KV സയൻ, മനോജ് എന്നിവരെയാണ് ഡൽഹിയിൽ നിന്ന് തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. എടപ്പാടി പളനിസ്വാമിയുടെ പരാതിയെ തുടർന്നായിരുന്നു അറസ്റ്റ്. ജയലളിതയുടെ വേനൽക്കാല വസതിയായ കോടനാട് എസ്റ്റേറ്റിലെ കവർച്ചയിലും തുടർന്നുണ്ടായ മരണങ്ങളിലും മുഖ്യമന്ത്രി എടപ്പാടി പളനിസ്വാമിക്ക് പങ്കുണ്ടെന്ന് പ്രതികളായ KV സയനും മനോജും കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. കവർച്ചയുടെ മുഖ്യ സൂത്രധാരനും എസ്റ്റേറ്റിലെ മുൻ ഡ്രൈവറുമായ കനകരാജായിരുന്നു കൊട്ടേഷൻ നൽകിയത് എന്നും 5 കോടി രൂപയായിരുന്നു വാഗ്ദാനമെന്നും വാർത്താസമ്മേളനത്തിൽ ഇവർ വെളിപ്പെടുത്തി. തന്നെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാരോപിച്ച പളനിസ്വാമി നൽകിയ പരാതിയെ തുടർന്ന് ഡൽഹി ദ്വാരകയിൽ നിന്ന് ഇരുവരെയും തമിഴ്നാട് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു. പ്രതികളുടെ വെളിപ്പെടുത്തൽ പുറത്തുവിട്ട മാധ്യമപ്രവർത്തകൻ മാത്യു സാമുവലിനെയും അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന്റെ ശ്രമം. എന്നാൽ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് മാത്യു സാമുവൽ പ്രതികരിച്ചു. One private vehicle, the sticker put it over police. They taken away Sayan and Manoj. It is not taken away. They forcefully put him and kidnapped. It is actually I strongly believe it is a hand of Palaniswamy. How can they kidnap? How can they take it out? We have to question this. It is very, very serious issue. 2017 ഏപ്രിൽ 23-നാണ് കോടനാടെത്തിയ 10-അംഗ സംഘം സുരക്ഷാ ജീവനക്കാരനെ കൊലപ്പെടുത്തിയ ശേഷം രേഖകൾ കവർന്നത്. എടപ്പാടി പളനിസ്വാമിക്ക് വേണ്ടിയാണ് രേഖകളെന്ന് കനകരാജ് തന്നോട് പറഞ്ഞതായാണ് സയൻ വെളിപ്പെടുത്തിയത്. മോഷണത്തിന് പിന്നാലെ 1-ാം പ്രതി കനകരാജും സയന്റെ ഭാര്യയും മകളും വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് 18 ഡൽഹി. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ അധ്യക്ഷ പദവി ഏറ്റെടുക്കില്ലെന്ന് വിരമിക്കാനിരിക്കുന്ന സുപ്രീംകോടതി ജഡ്ജി AK സിക്രി. വിരമിച്ച ശേഷം ഔദ്യോഗിക പദവികൾ ഏറ്റെടുക്കാനില്ലെന്നും സിക്രി സർക്കാരിനെ അറിയിച്ചു. CBI മേധാവിയെ മാറ്റിയ യോഗത്തിൽ സർക്കാർ നിലപാടിനെ പിന്തുണച്ച ജസ്റ്റിസ് സിക്രി വിരമിച്ച ശേഷം ഔദ്യോഗിക പദവി ഏറ്റെടുക്കുന്നത് വിവാദമായിരുന്നു. മാർച്ച് 6-നാണ് സിക്രി വിരമിക്കുന്നത്. അതിനുശേഷം അദ്ദേഹത്തെ കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിട്രൽ ട്രിബ്യൂണൽ അധ്യക്ഷ പദവിയിൽ നിയമിക്കാനായിരുന്നു സർക്കാർ നീക്കം. നരേന്ദ്രമോദിയുടെ അറിവോടെ എടുത്ത ഈ തീരുമാനം മാധ്യമങ്ങൾ വഴി പരസ്യമായതോടെ ഏറെ വിവാദമുയർന്നിരുന്നു. തുടർന്നാണ് പദവി ഏറ്റെടുക്കില്ലെന്നും അറിയിച്ച് സിക്രി സർക്കാരിന് കത്ത് നൽകിയത്.